എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ മുന്നിൽ ഒരു ടോപ്പോളജി ഉണ്ടല്ലോ. നമ്മുടെ മുന്നിൽ ഒരു ടോപ്പോളജി ഉണ്ട്. ആ ടോപ്പോളജിയുടെ പ്രത്യേകത എന്താണ്? OSP പറയുന്ന പ്രോട്ടോകോൾ യൂസ് ചെയ്തിട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോർമലി എന്തറിയാം, ഇനീഷ്യലും റൗട്ടിങ്ങും ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രണ്ട് ലാൻഡുകൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പം നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാവരും എന്ത് ചെയ്യേണ്ട, സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് അങ്ങനെ എല്ലാവരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട. ഞാൻ പറയുന്ന ടാസ്കുകൾ പ്രകാരം മാത്രം എന്ത് ചെയ്താൽ മതി, ഓരോരുത്തർക്കും ഓരോ സർവീസ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ സോഴ്സിൽ നിന്നും ഡെസ്റ്റിനേഷനിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ നമ്മുടെ ആവശ്യാനുസരണം പെർമിറ്റ് ചെയ്യാനും ഡിനേ ചെയ്യാനും, സർവീസുകളെ പെർമിറ്റ് ചെയ്യാനും ഡിനേ ചെയ്യാനും, കമ്മ്യൂണിക്കേഷനെ പെർമിറ്റ് ചെയ്യാനും ഡിനേ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ ഫിൽറ്ററിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് എന്തെന്ന് പറയുന്നത്, ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ലിസ്റ്റ് നമുക്ക് നമ്മുടെ ലാൻ നെറ്റ്വർക്കിലൂടെ പോകുമ്പോൾ, അതായത് മൾട്ടി ലെയർ സ്വിച്ച് ആവാം, റൗട്ടർ ആവാം, പോകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്ക് ട്രാഫിക്കിനെ ഇന്റർഫേസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, നമുക്ക് കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെർമിറ്റ് ഓർ ഡിനേ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് മെയിൻ ടാസ്ക്. ബൈ ഡിഫോൾട്ട് നമ്മൾ ഇനീഷ്യൽ റൗട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ രണ്ട് ലാനുകൾ തമ്മിൽ പരസ്പരം എന്തായിരിക്കും, 100% കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും. അപ്പൊ നമുക്ക് അത് തടയണം. നമ്മുടെ ആവശ്യാനുസരണം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന മെക്കാനിസമാണ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പബ്ലിഷ് ചെയ്യാം. നമ്പർ വെച്ചിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിൾ നമ്പർ പറയുമ്പോൾ 1 2 3 പറയുന്ന പോലെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നെയിംഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ABC എന്ന് വെച്ച് ചെയ്യാം. ഓക്കെ, എന്നാൽ മെയിൻലി നമുക്ക് വരുന്നത് രണ്ട് കാറ്റഗറിയാണ് വരുന്നത്. ഇപ്പൊ നമ്പർ ആണെങ്കിലും നെയിംഡ് ആണെങ്കിലും വലിയ വ്യത്യാസം വരില്ല, ചെറിയ രീതിയിൽ മാത്രം സിന്റാക്സിനകത്ത് വ്യത്യാസം വരുന്നുള്ളൂ. പ്രാക്ടിക്കലി നോക്കുന്ന സമയത്ത് രണ്ടും ജസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെങ്കിലും എക്സ്റ്റൻഡഡ് ആണെങ്കിലും നെയിംഡിനകത്തും നമ്പറിനകത്തും ഒരേപോലെ തന്നെയാണ് വരുന്നത്. പറഞ്ഞിരിക്കുക, രണ്ട് രീതിയിലുള്ള ആക്സസ് നമുക്ക് വരുന്നത് സ്റ്റാൻഡേർഡ് ആൻഡ് എക്സ്റ്റൻഡഡ്. അപ്പൊ സ്റ്റാൻഡേർഡിന് കുറച്ച് പ്രത്യേകതകളുണ്ട്, എക്സ്റ്റൻഡിന് കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. അങ്ങനെ നമുക്ക് രണ്ട് രീതിയിലാണ് വരുന്നത്. അതിപ്പോ നെയിംഡ് ആണെങ്കിലും നമ്പേർഡ് ആണെങ്കിലും രണ്ടും എന്താണ്, ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അപ്പൊ നമുക്ക് എന്താ നോക്കാം, ആദ്യം നമുക്ക് സ്റ്റാൻഡേർഡ് ആക്സിസ് നോക്കാം. ഏറ്റവും ബേസിക് തിങ്സ് മാത്രം വരുന്ന ഒരു ലിസ്റ്റ് ആണ് നമ്മുടെ സ്റ്റാൻഡേർഡ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാൻഡേർഡ് ആക്സിസ് എങ്ങനെയെന്ന് നോക്കാം. അപ്പൊ ഇവിടെ സ്റ്റാൻഡേർഡ് ആക്സസിന്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IP ട്രാഫിക്കിനെയും അതേപോലെ തന്നെ ടെൽനെറ്റ് ട്രാഫിക്കിനെയും മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഫിൽട്ടർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. എന്താണ് IP ട്രാഫിക്? നമുക്ക് കമ്മ്യൂണിക്കേഷൻ പെർമിറ്റ് ഓർ ഡിനേ നമുക്ക് ചെയ്യാം. ടെൽനെറ്റ് കേട്ടിട്ടുണ്ടോ? ടെർമിനൽ ഇമുലേഷൻ, അതായത് റിമോട്ട് അഡ്മിനിസ്ട്രേഷൻ പ്രോട്ടോകോൾ ആണ്. റിമോട്ടിൽ ഇരിക്കുന്ന ഡിവൈസസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് ടെൽനെറ്റ് എന്ന് പറയുന്നത്. ഈ രണ്ട് ട്രാഫിക്കുകൾ മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ, സ്റ്റാൻഡേർഡിനകത്ത് നമുക്ക് പെർമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. അതും എനിക്ക് സോഴ്സിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ചെന്ന് പറയുന്നത് എവിടെയായിരിക്കും, എനിക്ക് ഫിൽട്ടർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷനകത്തായിരിക്കും കൊണ്ടുപോയി നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. വെച്ചാൽ ഒരു സൈഡ് മാത്രമേ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ആർക്കുള്ളൂ, സ്റ്റാൻഡേർഡ് ACലിനുള്ളൂ. പറഞ്ഞ പോയിന്റ് മനസ്സിലാക്കുക. എന്തൊക്കെ ട്രാഫിക്കാണ്? IP ട്രാഫിക്, ടെൽനെറ്റ് ട്രാഫിക്കും. അതും സോഴ്സ് ട്രാഫിക്കിനെ മാത്രം ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ആർക്കുള്ളൂ, നമ്മുടെ സ്റ്റാൻഡേർഡ് ആക്സിസിന് ഉള്ളൂ. താങ്കൾക്ക് വേണമെങ്കിൽ ഏത് നമ്പർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. 1 to 99 എക്സ്റ്റൻഡ് വേർഷൻ ആണ്. 1300 മുതൽ ഈ പറയുന്ന 1999 വരെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ 1 to 9 വരുന്ന ഏതെങ്കിലും നമ്പർ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, പെർമിറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഡിനേ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സിന്റാക്സ് ആണ് ഈ കാണുന്നത്. ആ സിന്റാക്സ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. എന്താണ് ഇംപ്ലിസിറ്റ് ഡിനേ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആ സിന്റാക്സിനെ ബേസ് ചെയ്ത് പറഞ്ഞുതരാം. ജസ്റ്റ് ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഒരു ലാബിനെ ബേസ് ചെയ്ത് ഞാൻ എന്ത് ചെയ്യാം, ഈ സിന്റാക്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത പേജിലോട്ട്. ഓക്കെ അല്ലേ? ഒരു ക്വസ്റ്റിനെ ബേസ് ഞാൻ ആൻസർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്റാക്സും ശ്രദ്ധിക്കുക. എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ, എന്താണ് 10.2 പറയുന്ന കമ്പ്യൂട്ടർ ഏത് നെറ്റ്വർക്കിലോട്ട് പോകരുത്, 30.0 പറയുന്ന ഈ ലാൻഡിലോട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. ആര് മാത്രം? 10.2 മാത്രം എങ്ങോട്ട് പോകരുത്, ഈ കാണുന്ന 30.0 നെറ്റ്വർക്കിലോട്ട് പോകരുത്. 30.0 അകത്ത് വരുന്ന രണ്ട് IP ആണ് ഈ കാണുന്നത്. ഈ രണ്ട് പോയിന്റിലോട്ട് എന്ത് ചെയ്യരുത്, പോകരുത്. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാം, പോകാം. എന്ന് വെച്ചാൽ ഇയാൾക്ക് പോകാം, ഇയാൾക്ക് പോകാം, ഇയാൾക്ക് പോകാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിസ് ടു 1 to 99 വരുന്ന ഏതെങ്കിലും ഒരു നമ്പർ യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ആക്സിസ് ടു 1 എന്ന് കൊടുത്തു. നമ്മുടെ ക്വസ്റ്റിനകത്ത് പെർമിറ്റ് ആണോ ഡിനേ ആവും?
ഡിനേ ആണ്. അപ്പൊ നമ്മൾ എന്ത് കൊടുക്കാം? ഡിനേ എന്ന് കൊടുക്കാം. ഏത് ഐപ്പിനെ ഡിനേ ചെയ്യേണ്ടത്? 10.2. അപ്പൊ 10.2 എന്ന് കൊടുത്തു. ദെൻ ഞാൻ കൊടുത്തിരിക്കുന്ന വെൽക്കം മാസ്ക് നോക്കി കംപ്ലീറ്റ് 0. നോർമലി ക്ലാസ് സി എന്ന് പറഞ്ഞാൽ വെൽക്കം മാസ്ക് എത്ര വരണ്ടേ? വെൽക്കം മാസ്ക് എത്ര വരേണ്ടത്? ആരെങ്കിലും ഒരാളെങ്കിലും റിപ്ലൈ ചെയ്യൂ. കംപ്ലീറ്റ് 000 255 അല്ലേ വരേണ്ടത്? ക്ലാസ് സിയുടെ വെൽക്കം മാസ്ക് നമ്മൾ വോയിസ് പ്രോട്ടോകോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഒരു നെറ്റ്വർക്കിനെ ഡിനോട്ട് ചെയ്യുന്ന വെൽക്കം മാസ്ക് ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ നെറ്റ്വർക്കിനെ ഡിനോട്ട് ചെയ്യുന്ന വെൽക്കം മാസ്ക് ആണ്. എൻറ്റയർ നെറ്റ്വർക്കിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വെൽക്കം മാസ്ക് ആണ് 00255 പറയുന്നത്. എന്നാൽ എന്റെ ആവശ്യം എന്താണ്? ആ എൻറ്റയർ നെറ്റ്വർക്കിനെയാണോ ഡിനേ ചെയ്യേണ്ടത്, ഒരു ഐപ്പിനെയാണോ ഡിനേ ചെയ്യേണ്ടത്? ഒരു IP ആണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിനേ ചെയ്യേണ്ടത്. അപ്പൊ അതിനുവേണ്ടി നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഒരു IP മാത്രമാണെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വെൽക്കം മാസ്ക്. കംപ്ലീറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ എത്ര IP ഡിനേ ആവും? ഒരേ ഒരു IP ആയിരിക്കും ഡിനേ ആവുന്നത്. ഇനിയിപ്പോ നിങ്ങൾ 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എത്ര IP ഡിനേ ആവും? ഇത് 001 ആണ് കൊടുക്കുന്നതെങ്കിൽ എത്ര IP ഡിനേ ആവും? 2 IP. എന്ന് വെച്ചാൽ ഏതിന്റെ എല്ലാം കോമ്പിനേഷനാ? 0 1. അത് മേലെ താഴെ 0.1. അപ്പൊ 2 IP ഡിനേ ആവും. ഇനി അടുത്ത വെൽക്കം മാസ്ക് വരുന്നത് എത്രയാണ്? 003 ആണ്. 003 ആ കൊടുക്കുന്നെങ്കിൽ ഏതൊക്കെ IP ഡിനേ ആവും? ഏതൊക്കെയാവും? 0 1 2 3. എത്ര IP? 4 IP. ഒരു ഐഡിയ പറഞ്ഞത്. അതുപോലെ തന്നെ എൻറ്റയർ നെറ്റ്വർക്കിനെ നിങ്ങൾ ഡിനേ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് മാസ്ക്. ഇതാണ് എൻറ്റയർ നെറ്റ്വർക്കിനെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് കൊടുത്താൽ 256 IPs നിങ്ങൾക്ക് എന്താ ഡിനേ ആവും? എന്ന് വെച്ചാൽ 0 മുതൽ 255 IP. എന്ന് വെച്ചാൽ ഒരു എൻറ്റയർ നെറ്റ്വർക്ക് അഡ്രസ് എന്താവും? അവിടെ ഡിനേ ആകും. പോയിന്റ് മനസ്സിലായോ? എൻറ്റയർ നെറ്റ്വർക്ക് അഡ്രസ് അവിടെ ഡിനേ ആകും. അപ്പോൾ ഒരു IP ആണ് നിങ്ങൾക്ക് ഡിനേ ചെയ്യാനുള്ളതെങ്കിൽ യു ക്യാൻ യൂസ് ദിസ് വെൽക്കം മാസ്ക്. കംപ്ലീറ്റ് 0 കൊടുക്കുകയാണെങ്കിൽ മീനിങ് എന്താണ്? 10.2. എക്സാമ്പിൾ ഞാൻ 10.2ന്റെ നേരെ 1 ആണ് കൊടുത്തെങ്കിൽ ഏതൊക്കെ IP ഡിനേ ആവും? 10.2ന് ശേഷം വരുന്ന IP ഏതാ? 10.3യും കൂടി ഡിനേ ആവും. 10.2ഉം 10.3യും ഡിനേ ആവും. 2 IP. അത് ഒരു ഓർഡറിലാണ് വരിക. ഏത് അഡ്രസ് നേരെയാണ് നിങ്ങൾ വെൽക്കം മാസ്ക് കൊടുക്കുന്നത് അതിന് ശേഷമുള്ള IP ആയിരിക്കും ഡിനേ ആവും. അപ്പൊ ഞാനിവിടെ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പ്രകാരം എന്താ വേണ്ടേ? 0 ആണ് കൊടുക്കേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ പ്രകാരം ഞാൻ ചിലപ്പോൾ എന്തായിരിക്കും 2 IP ഡിനേ ചെയ്യാൻ പറയുന്ന സമയത്ത് യു ക്യാൻ യൂസ് 1. 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 10.2ഉം ഡിനേ ആവും. അതിന്റെ തൊട്ടടുത്ത IP ആയിട്ടുള്ള 3യും. ബിക്കോസ് 1 എന്ന് പറഞ്ഞാൽ എത്ര IP ഡിനേ ചെയ്യാനുള്ള വെൽക്കം മാസ്കാ? 2 IP. യെസ്. അപ്പൊ നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും പെർമിറ്റ് ചെയ്യണം അല്ലേ? ബാക്കി എല്ലാവരും എന്ത് ചെയ്യണം? പെർമിറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മൾ അടുത്ത ടാസ്കിനെ കുറിച്ച് പഠിക്കുന്നത്. ഒരു അഡ്രസ്സിനെ പെർമിറ്റ് ചെയ്താലും ഡിനേ ചെയ്താലും ബാലൻസ് വരുന്ന എല്ലാവരും എന്താവും? ഓട്ടോമാറ്റിക്കലി പ്രിവെന്റ് ആവും. അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളവർ ഓട്ടോമാറ്റിക്കലി ഡിനേ ആവുന്നത് നല്ല കാര്യമാണ് അല്ലെ? നമ്മുടെ ഉദ്ദേശം അതാണ്. എന്നാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പെർമിറ്റ് ആണെങ്കിലോ അതും എന്താണ്? ബാക്കിയുള്ളവർ എന്താവും? ഡിനേ ആവും. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിനേ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണൽ എന്ത് ചെയ്യണം? ഒരു കമാൻഡ് നമ്മൾ എക്സ്ട്രാ പറഞ്ഞു. എന്താണ് ഇംപ്ലിസിറ്റ് ഡിനേ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സിനെ നിങ്ങൾ പെർമിറ്റ് ചെയ്താലും ഡിനേ ചെയ്താലും ഓട്ടോമാറ്റിക്കലി ബാലൻസ് വരുന്ന എല്ലാവരും എന്താവും? ഡിനേ ആകും. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഡിനേ ആയതുകൊണ്ട് നമ്മുടെ ആവശ്യം എന്താണ്? ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യണ്ടേ? പെർമിറ്റ് ചെയ്യണം. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങാനും പെർമിറ്റ് ആണെങ്കിലോ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബോധർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ ആവശ്യം തന്നെ എന്താണ്? പെർമിറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞ ആൾ മാത്രം പെർമിറ്റ് ആയാൽ മതി. ബാക്കി എല്ലാവരും എന്തായിക്കോട്ടെ? ഡിനേ ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റ് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? ഇവിടെ ബാലൻസ് വരുന്ന നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ 10.2 ഒഴികെ ബാക്കി എല്ലാവരും പെർമിറ്റ് ചെയ്തേക്കണം. അതാണ് പറഞ്ഞിരിക്കുന്ന പോയിന്റ്. ഇനി ഫൈനലി നമ്മുടെ ഈ ടോപ്പോളജിക്കകത്ത് ഇമാജിൻ ചെയ്യുക ഇവിടെ ഒരു ലാൻ ഉണ്ട്. ഇവിടെ കുറെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. ഈ കാണുന്ന പോലെ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 40.2 ആണെന്ന് വിചാരിച്ചു. 40.2 4.3 എന്ന രീതിയിൽ കുറെ വേറൊരു ലാൻ കൂടി ഉണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എവിടെ ആയിരിക്കണം? എക്സാമ്പിൾ F0/1 എന്ന് പറയുന്ന ഇന്റർഫേസ് ആണ് വിചാരിച്ചോളൂ. നമ്മുടെ ആവശ്യം എന്താണ്? 30.0 പോകുമ്പോഴാണ് ഡിനേ ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ നമ്മൾ ഏത് ഇന്റർഫേസിന് അപ്ലൈ ചെയ്യേണ്ടത്? F0/0 F0/1 SM/0 ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പറയാൻ പറ്റുന്നുണ്ടോ? എന്റെ ആവശ്യം 30.0 പറയുന്ന നെറ്റ്വർക്കിലോട്ട് പോകുമ്പോഴാണ്. ഒരിക്കലും 40 പോകുമ്പോൾ പ്രിവെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്ക്
എന്താണ്? F0/0 അല്ലേ ബ്ലോക്ക് ചെയ്യേണ്ടത്? അതെ, തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോ അറിയാതെ നിങ്ങൾ ഇവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് എങ്ങോട്ട് പോകാൻ സാധിക്കില്ല? ഈ നെറ്റ്വർക്കിലും പോകാൻ പറ്റില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് പർട്ടിക്കുലർ നെറ്റ്വർക്കിലോട്ടാണ് ജമ്പ് ചെയ്യുന്നത്, ആ ഇന്റർഫേസിനകത്ത് കയറിയിട്ട് വേണം പറയാൻ. ഈ കാണുന്ന പോയിന്റ്. അതുകൊണ്ടാണ് നമ്മളിവിടെ F0/0 കയറിയിരിക്കുന്നത്. അപ്പൊ ഏത് നെറ്റ്വർക്കിന് മാത്രം ബാധിക്കുള്ളൂ? നമ്മുടെ ഈ നെറ്റ്വർക്ക് മാത്രം. അല്ലെങ്കിൽ ഇയാളെയും കൂടി അത് ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നത്, ഒരു ലാൻഡിലോട്ട് കയറി ചെല്ലുമ്പോൾ, ഏത് ലാൻഡിലോട്ടാണോ നിങ്ങൾ പോകുന്നത്, ആ ലാൻഡിലോട്ട് കയറി ചെല്ലുമ്പോൾ വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ ഇന്റർഫേസിനകത്ത് കയറി IP ആക്സസ് ഗ്രൂപ്പ് നമ്മുടെ ലിസ്റ്റ് നമ്പർ എത്രയാണ്? 1 ഔട്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ ഇത് എന്താണ്? ഔട്ട് അല്ലേ? സോഴ്സ് എന്താണ്? ഇവിടെ കിടക്കുന്ന സോഴ്സ് 10.2. 10.2 ഇവിടെ കിടക്കുകയാണെങ്കിൽ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഔട്ട് എന്താണ്? ഈ കാണുന്ന പോയിന്റ് അല്ലേ? അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്? ഔട്ട് എന്ന് കൊടുത്തിരിക്കുന്നത്. ഈ നെറ്റ്വർക്കിലോട്ട് പോകുമ്പോൾ എന്ത് നോക്കണം? മിസ്റ്റർ ആക്സിസ്റ്റ്, അതായത് മിസ്റ്റർ R2, താങ്കൾ എന്ത് ചെയ്യണം? ഈ 1 എന്ന് പറയുന്ന ലിസ്റ്റ് നോക്കണം. ലിസ്റ്റിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ അനുസരിക്കണം. ഈ പോയിന്റിലോട്ട് ഔട്ട് ചെയ്യുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 10.2 പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യണം? ഡിനേ ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഒരു ഐഡിയ കിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. സാർ അപ്പൊ എപ്പോഴാ വരിക? ഇനി നമുക്ക് എക്സ്റ്റൻഡ് ആക്സസ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇനി വരിക. അത് നമുക്ക് സോഴ്സിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഫിൽറ്റർ ചെയ്യാൻ പറ്റും. സോഴ്സും ഡെസ്റ്റിനേഷൻ വരുന്ന സമയത്ത് സോഴ്സിൽ തന്നെ നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ പറ്റും. പക്ഷേ സ്റ്റാൻഡേർഡ് ആക്സസിന്റെ ഒരു ഡ്രോബാക്ക് ആണ് ഡെസ്റ്റിനേഷനകത്ത് ചെന്നിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. ഇവിടെ നമുക്ക് ഇന്ന് യൂസ് ചെയ്യാൻ പറ്റില്ല. എക്സ്റ്റൻഡിനകത്ത് നിങ്ങൾക്ക് ഇന്നും ഔട്ടോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇറ്റ്സ് അഡ്വാൻസ്ഡ് ആക്സസ് ലിസ്റ്റ്. എക്സാമ്പിൾ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇതൊരു വ്യക്തിയാണ്. ഓക്കെ, ഇയാൾക്ക് ഒരു ജോലി കിട്ടി. അങ്ങ് ദുബായിൽ ഒരു ജോലി കിട്ടി വിചാരിക്കും. എക്സാമ്പിൾ പറയുന്നത് പെട്ടെന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇയാൾ നേരെ ഇങ്ങോട്ട് വരുന്നു, ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നു. ഇതാണ് നമ്മുടെ നെടുമ്പാശ്ശേരി. ഓക്കെ, നെടുമ്പാശ്ശേരി വരുന്നു, നമ്മളൊക്കെ യാത്ര അയക്കുന്നു. പുള്ളിക്കാരൻ നേരെ ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? അങ്ങ് എയർപോർട്ട്, എവിടുത്തെ UAE എയർപോർട്ട് കൊടുക്കുന്നു. പുള്ളിക്കാരൻ അങ്ങനെ ഒരു ടാക്സിയും പിടിച്ച് കമ്പനിയിലോട്ട് വരുന്നു. ഇതാണ് പുള്ളിക്കാരൻ കമ്പനിയുടെ ഡോർ. ഇവിടെ വരുമ്പോഴാണ് പുള്ളിക്കാരൻ മനസ്സിലാവുന്നത് ജോലി ഒരു മാസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു, 1 മാസം കഴിഞ്ഞ് വന്നാൽ മതി എന്നുള്ള കാര്യം. ഇത് ഓൾറെഡി കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്? മെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. മെയിൽ പുള്ളിക്കാരൻ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. എക്സാമ്പിൾ പറയുന്നതാണ്. അപ്പം നമ്മൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവരുടെ ഗേറ്റിലോട്ട് എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് എനിക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അങ്ങനെ തിരിച്ചു വരുമോ? നമ്മൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിനക്ക് പണി അറിയാത്തത് കൊണ്ട് നിന്നെ തിരിച്ചു വിട്ടുന്നല്ലേ നമ്മുടെ കൂട്ടുകാരടക്കം പറയുള്ളൂ. എക്സാമ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ മാനഹാനി ഭയന്നിട്ട് എന്ത് ചെയ്യും? അവിടെ തന്നെ ഏതെങ്കിലും ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തൽക്കാലം 1 മാസം പിടിച്ചു നിൽക്കാൻ വേണ്ടി നോക്കും അല്ലേ? അപ്പം ഡ്രോബാക്ക് മനസ്സിലായോ? ഇവിടുന്ന് ട്രാവൽ ചെയ്ത് നമ്മുടെ പാക്കറ്റ് എവിടെ എത്തുന്നു? ഡെസ്റ്റിനേഷന്റെ ഔട്ടിൽ എത്തുമ്പോൾ അറിയുന്നത് താങ്കൾക്ക് ഇപ്പൊ തൽക്കാലം ഇങ്ങോട്ട് പ്രവേശനം ഇല്ല എന്നുള്ള കാര്യം എന്ന് പറയുന്ന പോലെയാണ് സ്റ്റാൻഡ് ആക്സസിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. വലിയ ട്രാഫിക് ഒന്നും ഇല്ല, എന്നിരുന്നാലും നമ്മുടെ കാഴ്ചപ്പാട് ഒരു ഡ്രോബാക്ക് തന്നെയല്ലേ. നമുക്ക് ഇവിടെ തന്നെ ഫിൽറ്റർ ചെയ്യാൻ പറ്റിയാലോ? നെടുമ്പാശ്ശേരി തന്നെ. എന്റെ ഫ്രണ്ട്സിന് മുന്നിൽ നിന്ന് മാനഹാനി രക്ഷപ്പെട്ടു അല്ലെ? നമ്മൾ രക്ഷപ്പെട്ടു സത്യത്തിൽ അല്ലെ? അപ്പൊ നമുക്കറിയാം മെയിൽ കണ്ടോടാ, അയ്യോ നമുക്ക് 1 മാസം കഴിഞ്ഞിട്ടാണ്. എന്നാ കുഴപ്പമില്ല, തിരിച്ചു പോകാം. അപ്പോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്ന പോലെ. ഓക്കെ, അപ്പം മനസ്സിലാക്കി വയ്ക്കുക. ക്വസ്റ്റ്യൻ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഡെസ്റ്റിനേഷൻ അകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെയാണ് സോഴ്സ് എങ്കിൽ ഓപ്പോസിറ്റ് ഡിവൈസിനകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്? അപ്ലൈ ചെയ്യുന്നത്. ക്ലിയർ? ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ 10.2 പറയുന്ന കമ്പ്യൂട്ടറിന് മാത്രം ഡെസ്റ്റിനേഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ കാണുന്ന ഐപ്പിലോട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ കിട്ടില്ല. ബാക്കി എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇതാണ് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിസ്റ്റ് കാണാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ഷോ ആക്സിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ആക്സിസ്റ്റും നിങ്ങൾക്ക് കാണാം. എത്ര ആക്സിസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം കാണാം. ഇനി പർട്ടിക്കുലർ ആക്സിസ്റ്റ് മാത്രം, നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആക്സിസ്റ്റ് മാത്രം കാണുന്നുണ്ടെങ്കിൽ ഈ ലിസ്റ്റ് നമ്പറിനോട് എന്ത് കൊടുത്താൽ മതി? 1 എന്ന് കൊടുത്താൽ മതി. ഇനി നിങ്ങൾക്ക് ഈ ആക്സിസ്റ്റ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്താൽ മതി? നോ ആക്സിസ്റ്റ് 1 എന്ന് കൊടുത്താൽ മതി. ഇനി അപ്ലൈ ചെയ്യുന്ന റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഈ കാണുന്ന കമാൻഡിന്റെ ഫ്രണ്ടിൽ എന്ത് കൊടുത്താൽ മതി? നോ എന്ന് കൊടുത്താൽ മതി. അതാണ് ഇവിടെ കാണിക്കുന്നത്. 1 ഔട്ട് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് റിമൂവ് ആയിക്കോളും. ഇതാണ് നമുക്ക് വെരിഫൈ ചെയ്യാനുള്ള കമാൻഡും റിമൂവ് ചെയ്യാനുള്ള കമാൻഡും. നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതാണ് നമ്മുടെ സിൻടാക്സ്, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഈ ഒരൊറ്റ ലാബ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ആക്സസ് കൺട്രോൾ ലിസ്റ്റും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്ത് നോക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇത് ഓൾറെഡി അതിൽ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മുതൽ ബിൽഡ് ചെയ്യണം. ഇതാരും ചെയ്ത് വെച്ചിട്ടുണ്ടോ ഈ ലാബ്? ഇനീഷ്യൽ റൗട്ടിംഗ് ഒന്ന് ചെയ്യാൻ വേണ്ടി പണ്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൽ വിറ്റ് കുഴപ്പമില്ല. ഓക്കെ, ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇവിടെ 255 ആണ്, 56 ഇല്ല. അത് മിസ്റ്റേക്ക് വന്നാണ്. ഇങ്ങനെ ഒരു വൈൽഡ് മാസ്ക് വരുള്ളൂ, ഒരിക്കലും 256 വരില്ല. നമുക്ക് 255 അപ്പുറം IP കൊണ്ടുപോകാൻ പറ്റുമോ? അഡ്രസ് 0 മുതൽ 255 വരെ നമുക്ക് യൂസ് ചെയ്യാൻ പെർമിഷൻ ഉള്ളൂ IP അഡ്രസ്സിനകത്ത്. അത് എന്തോ ആയിക്കോട്ടെ, IP ആയിക്കോട്ടെ, സെപ്പറേറ്റ് മാസ്ക് ആയിക്കോട്ടെ,
അയാനെ നമുക്ക് തന്നിരിക്കുന്ന പെർമിഷൻ 0 to 255 വരെ മാത്രമാണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ഇത് ഒന്ന് ലാബായിട്ട് ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സാർ ഒരു 5 സിസ്റ്റം ഉണ്ടെങ്കിൽ വൈൽഡ് കാർഡ് 0.7 അല്ലേ വരുവാ? 5 സിസ്റ്റം ഉണ്ടെങ്കിൽ അതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഒരു 5 പോട്ടെ, ഒരു 3 സിസ്റ്റം ഒരുമിച്ചുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, എത്ര ഉണ്ട്? 3 സിസ്റ്റം ഒരുമിച്ച് നമ്മുടെ ഫ്രണ്ടിലുണ്ട്. അത് ക്വസ്റ്റ്യൻ, അടുത്ത ക്വസ്റ്റ്യൻ അതാണ്. ഞാൻ ചോദിച്ച അവസ്ഥ പറയാം. ഓക്കെ, 3 IP നമുക്ക് ഡിനേ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്തുണ്ടോ നോക്കട്ടെ. നമ്മൾ ഈ ക്വസ്റ്റ്യൻ തന്നെ ഇങ്ങനെയാന്ന് വിചാരിക്കുക. 10.2, 10.3 ആൻഡ് 10.4. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ 10.2ന്റെ നേരെ കൊടുക്കേണ്ട വെൽക്കം മാസ്ക് നമുക്ക് 3 പ്രിവെന്റ് ചെയ്യാനുള്ള വെൽക്കം മാസ്ക് നമുക്ക് ഉണ്ടോ? 3 പ്രിവെന്റ് ചെയ്യാനുള്ള വെൽക്കം മാസ്ക് നമ്മുടെ ഇല്ല. നമ്മളിപ്പോ അപ്പൊ 003 കൊടുക്കുന്ന 4 പ്രിവെന്റ് ആവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 10.2ന്റെ നേരെ വെൽക്കം മാസ്ക് 1 എന്ന് കൊടുക്കുന്നു. അപ്പൊ ഏതൊക്കെ ഡിനേ ആവും? 1 എന്ന് കൊടുത്താല് 10.3 വരെ ഡിലേ ആവും. യെസ്, അതിന്റെ അടുത്ത നമുക്ക് ആരെ കൂടി ഡിനേ ചെയ്യണം? 4. അപ്പൊ അതിന്റെ നേരെ വെൽക്കം മാസ്ക് എന്ത് കൊടുത്താൽ മതി? ഓക്കെ, സെപ്പറേറ്റ് ചെയ്യണം. സെപ്പറേറ്റ് 2 ലൈനിലായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ടാസ്ക് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചത്. കുഴപ്പമില്ല, ചോദിച്ച അവസ്ഥ ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? സാർ അപ്പൊ വൈൽഡ് കാർഡ് മാസ്ക് 0.0.2 കൊടുത്തു കഴിഞ്ഞാൽ 3 ബ്ലോക്ക് ആവില്ലേ? നമുക്ക് ഓഡ് നമ്പേഴ്സിലാണ് വെൽക്കം മാസ്ക് വരുന്നത്. 0, 1, 3, 7 എന്നുള്ള രീതിയിൽ. അപ്പൊ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ അല്ലേ? അത് ആദ്യം നമുക്ക് ലാബ് ചെയ്തിട്ട് പിന്നെ ടെൽനെറ്റ് എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ഞാനത് നമുക്ക് ചെയ്യണം. ക്ലിയർ ആയില്ല. എന്താ ക്ലിയർ ആക്ക? അതെ, ഇപ്പൊ എന്തോ പറഞ്ഞത് ക്ലിയർ ആയില്ല. ഇപ്പൊ നല്ല പറഞ്ഞു. ഞാൻ ചെയ്ത് വെച്ച ലാബ് ഉണ്ടെങ്കിൽ സൗകര്യമായിരുന്നു, ചെക്ക് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞത്. ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ലാബും ചെയ്യണ്ടേ. അതായത് ഇനീഷ്യൽ കോൺഫിഗറേഷൻ റൗട്ടിംഗ് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞല്ലേ. കിടക്കുന്നുണ്ട്. പ്രോട്ടോകോൾ ഏതായാലും കുഴപ്പമില്ല. നമുക്ക് 100% അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് കിട്ടിയാൽ മതി? കമ്മ്യൂണിക്കേഷൻ കിട്ടും. ടോപ്പോളജി അത് തന്നെയാണ്. സേവ്ഡ് ആണോ എന്നുള്ള കാര്യം കൂടി അറിയണം. ഇത് കാണുമ്പോൾ സേവ്ഡ് ആണെന്ന് തോന്നുന്നു. കോൺഫിഗറേഷൻ സേവ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. റൗട്ടറിനകത്ത് നമുക്ക് 2 ഇന്റർഫേസ് വരുന്നത്. enable IP ഇന്റർഫേസ്. ഇവിടെ SM/0ക്ക് പകരം എന്ത് യൂസ് ചെയ്തേ ഉള്ളൂ? SM/3 യൂസ് ചെയ്യുന്നുള്ളൂ. ഇന്റർഫേസ് മാറിക്കൊണ്ട് ഒരു കുഴപ്പമില്ല. IP അഡ്രസ് എല്ലാം സെയിം ആണ്. ഇവിടെ ഓക്കെ ആണ്. ഇനി നമുക്ക് സെക്കൻഡ് ഡിവൈസ് കൂടി നോക്കാം. സെക്കൻഡ് ഡിവൈസ് ചെയ്യാം. Yes, LAN interface 30.1 അപ്പാണ്. സീരിയൽ ഇന്റർഫേസ് SM/3 അപ്പാണ്. നോ ഇഷ്യൂസ്. ഇനി നമുക്ക് അറിയേണ്ടത് PC to PC കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. അതിന് വേണ്ടിയിട്ട് PC IP കൊടുക്കാൻ അറിയാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. PC മേലെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് ഡെസ്ക്ടോപ്പ് എന്നാണ് ഒരു ഐക്കൺ. അതിൽ വന്നൊന്ന് ക്ലിക്ക് ചെയ്യുക. ഫസ്റ്റ് ബോക്സ് ഉണ്ട് IP കോൺഫിഗറേഷൻ, അതിൽ വന്ന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഇതുപോലെ നമ്മൾ ഫസ്റ്റ് PC ടൈപ്പ് എത്രയാണ്? 191.168.2. തൊട്ട് താഴെ ടാബ് അടിച്ചാൽ ഓട്ടോമാറ്റിക് സബ്മിറ്റ് മാസ്ക് വന്നോളും. പിന്നെ ഗേറ്റ് വേ നമ്മുടെ റൗട്ടിലോട്ട് കയറിച്ചില്ലെങ്കിൽ നമുക്ക് ഗേറ്റ് വേണ്ടേ? നമ്മുടെ റൗട്ടറിന്റെ F0/0 IP ആണ് 10.1 എന്ന് പറയുന്നത്. ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ IP സേവ് ആയി. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി 4ാമത്തെ ബോക്സ് ഉണ്ടല്ലേ, റൺ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഓപ്പോസിറ്റ് പോയിന്റിലോട്ട് പിങ് ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അതായത് മറുവശത്തിരിക്കുന്ന PC-ലോട്ട് 168 നമ്മുടെ ഫസ്റ്റ് PC 30.2 ആണ്. ഓപ്പോസിറ്റുള്ള പിങ് 192.168.30.2 ഓപ്പോസിറ്റുള്ള PC ആണ്. ചെയ്യാം. ഇഷ്യൂസ് ഒന്നുമില്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സക്സസ്. ഓപ്പോസിറ്റ് നമുക്ക് എന്തുണ്ട്? കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. 30.2 കമ്മ്യൂണിക്കേഷൻ.
അതുപോലെ 30.3 ഉണ്ടോ എന്ന് നോക്കാം. യെസ്, അങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ. ഇനി നമുക്ക് 10.3 തൊട്ടടുത്ത് കിടക്കുന്ന പി സിന്ന് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. 10.3 അതിനകത്ത് കയറിയിട്ട് ഡെസ്ക്ടോപ്പ് കമാൻഡ് പ്രൊമിറ്റ് ping 192.168.30.2 നമുക്ക് അങ്ങോട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഓക്കെ, നമ്മുടെ ആവശ്യം എന്താണ്? 10.2 മാത്രമാണ് ഡിലേ ആവേണ്ടത്. 10.3 ഡിലേ ആവാൻ പാടുണ്ടോ? ഇല്ല. അപ്പൊ നമ്മൾ ഈ കോൺഫിഗറേഷൻ പോയി ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മുടെ ഓപ്പോസിറ്റ് ഡിവൈസ് അല്ലെ, ഔട്ടിൽ ചെന്നിട്ടാണ് പറയേണ്ടത്. എന്ന് വെച്ചാൽ ഏത് റൗട്ടിനകത്ത്? നമ്മുടെ സെക്കൻഡ് ഡിവൈസിനകത്ത്, അതായത് നമ്മുടെ ആഫ്റ്ററിനകത്ത് കയറിയിട്ട് ഇപ്പൊ എന്ത് കിട്ടുന്നുണ്ട്? 30.2 കമ്മ്യൂണിക്കേഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി എന്ത് കിട്ടാൻ പാടില്ല? 10.2 പറയുന്ന കമ്പ്യൂട്ടർ മാത്രം എന്ത് ചെയ്യാൻ പാടില്ല? 30 നെറ്റ്വർക്കിനകത്തിരിക്കുന്ന ഒരു പി സിയിലോട്ട് പിങ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതിനുവേണ്ടി ഇതിന്റെ സിന്റാക്സ് എന്തായിരുന്നു? ജസ്റ്റ് കോൺഫിഗറേഷൻ മോഡിനകത്തുനിന്ന് കയറുക, ആക്സിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കമാൻഡ് ആക്സിസ് നമ്മൾ കൊടുത്ത് 1 എന്ന് വിചാരിക്കുന്നു. 1 എന്താണ് ക്വസ്റ്റ്യൻ? നമുക്ക് ഡിനേ ആണ് ചെയ്യേണ്ടത്. ആരെയാണ് ഡിനേ ചെയ്യേണ്ടത്? 10.2ന്. 10.2ന് മാത്രമെങ്കിൽ, ഒരു സിംഗിൾ ഐപ്പിന് മാത്രമാണെങ്കിൽ വൈറ്റ് മാസ്ക് കൊടുക്കേണ്ട എത്രയാണ്? കംപ്ലീറ്റ് 0. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ ടാസ്ക് പ്രകാരം 10.2 മാത്രമല്ല ബാക്കി എല്ലാവരും എന്താവും? ഡിനേ ആവും. അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ പെർമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 പെർമിറ്റ് എനി എന്ന് പറയുന്ന കമാൻഡ് കൊടുത്ത് എൻ്റർ അടിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്ലൈ ചെയ്യണം. ഇത് ഏത് ഇന്റർഫേസിലൂടെ പോകുമ്പോൾ? ഇന്റർഫേസ് F0/0 സമയത്ത് കൊടുക്കുന്ന സിന്റാക്സ് IP ആക്സസ് ടൈപ്പ് മൂവ് എന്ത് ചെയ്യണം? ഈ 1 എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് നോക്കിയിട്ട് മാത്രം ആൾക്കാരെ ഔട്ടിലോട്ട് പറഞ്ഞു വിടാൻ പാടുള്ളൂ. ക്ലിയർ? അപ്പം സ്റ്റേറ്റ്മെന്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി കാണാൻ വേണ്ടിയിട്ട് ഡു ഷോ ആക്സിസ് എന്നാണ്, ഷോർട്ട് ആയിട്ട് ആക്സിസ് എന്ന് കൊടുത്താലും മതി. നിങ്ങൾക്ക് കാണാം 10.2 പറയുന്ന അഡ്രസ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിനേ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട്? പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. ആക്സിസിനകത്ത് ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 2 3 പറയുന്ന പോലെ ഇവിടെ പറയുന്ന നമ്പേഴ്സ് എന്താണ്? 10, അത് കഴിഞ്ഞ് പിന്നെ 20, അത് കഴിഞ്ഞ് എന്ത് ടാസ്ക് ഉണ്ടെങ്കിൽ അത് 30, 10, 20, 30, 40 ഇങ്ങനെ പറയുന്ന എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഒരു മെക്കാനിസം. അതുകൊണ്ട് 10, 20, 30 എന്നായിരിക്കും നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് പ്രകാരം 10.2 പറയുന്ന കമ്പ്യൂട്ടറിന് ഇനി നമുക്ക് ആക്സസ് കിട്ടാൻ പാടില്ല അല്ലെ. 10.30.2 ആയിക്കോട്ടെ 3 ആയിക്കോട്ടെ, ഏതിലോട്ട് കിട്ടാൻ പാടില്ല. എന്താ കാണിക്കുന്നത്? ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് അൺറീച്ചബിൾ. 30.3 ആയാലും അത് തന്നെയാണ് അവസ്ഥ. അങ്ങോട്ട് നമുക്ക് പോകാൻ വഴിയില്ല. എന്നാൽ 10.3 പറയുന്ന കമ്പ്യൂട്ടറിന് എന്ത് കിട്ടണം? നമ്മൾ കൊടുത്തിരിക്കുന്ന ടാസ്ക് പ്രകാരം അടുത്ത കമ്പ്യൂട്ടറിന് പഴയതുപോലെ എന്ത് ചെയ്യാൻ പറ്റണം? കംപ്ലീറ്റ് ചെയ്യാൻ കഴിയണം. അപ്പോൾ 3.2 നോക്കാം. പുള്ളിക്കാരന് യാതൊരുവിധ പ്രോബ്ലം വന്നിട്ടില്ല. പുള്ളിക്കാരൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മൾ ഡിനേ ചെയ്യാൻ ഉദ്ദേശിച്ച ആരെ മാത്രമാണ്? 10.2നെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഡിനേ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അല്ലെ. ഇനി നമ്മൾ ആക്സസ് റിമൂവ് ചെയ്താലോ? പഴയതുപോലെ ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ റിമൂവ് ചെയ്യുമ്പോൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്തതോ അപ്ലൈ ചെയ്തോ റിമൂവ് ചെയ്യാം. അപ്പൊ അപ്ലൈ ചെയ്ത് കാണാൻ വേണ്ടി ജസ്റ്റ് മേലോട്ടുള്ള ആരോഗ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നേരത്തെ കൊടുത്ത് കാണാൻ പറ്റും. അതിന്റെ ഫ്രണ്ടിൽ എന്ത് കൊടുത്താൽ മതി? കമാൻഡ് ശ്രദ്ധിച്ചോളാം, വളരെ ഈസി ആയിട്ടുള്ള കമാൻഡ്സ് ആണ്. എൻ്റർ അടിച്ചു, അപ്ലൈ ചെയ്ത് റിമൂവ് ആയി. ഇനി ക്രിയേറ്റ് ചെയ്ത ആക്സിസ്റ്റ് കളയണ്ടേ? 1 എന്ന് പറയുന്ന ആക്സിസ്റ്റ് നോ ആക്സിസ്റ്റ് 1 വളരെ ഈസിയാണ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും റിമൂവ് ചെയ്യാനായിട്ട്. അപ്ലൈ ചെയ്തതും റിമൂവ് ചെയ്യുക എപ്പോഴും, അതേപോലെ തന്നെ ക്രിയേറ്റ് ചെയ്തതും റിമൂവ് ചെയ്യുക. അപ്ലൈ ചെയ്ത് എവിടെയായിരുന്നു? ഇന്റർഫേസിനകത്തായിരുന്നു. കോൺഫിഗറേഷൻ ചെയ്തതോ? കോൺഫിഗറേഷൻ പോകണം. അതായത് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചെയ്തത്, ഈ രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആക്സസ് റിമൂവ് ആയിട്ടുണ്ടാവും. കാണാൻ സാധിക്കില്ല, ബ്ലാങ്ക് ആണ്, ആക്സസ് ഇല്ല. അപ്പൊ ഒരു ആക്സസ് ഇല്ല എങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് 10.2 പറയുന്ന കമ്പ്യൂട്ടറിന് എന്ത് കിട്ടണം? ഡെസ്റ്റിനേഷൻ ആയി കിട്ടണം. പഴയതുപോലെ ഒരു ഡൗട്ട്, അതായത് ഈ IP ആക്സസ് ലിസ്റ്റ് 1ന് നമ്മൾ ഷോ IP ആക്സസ് ലിസ്റ്റ് 1 കൊടുക്കുമ്പോൾ 10, 20 നമ്പർ വരുന്നില്ല. അത് ശരിക്കും അതിന്റെ നമ്പറിന്റെ പ്രയോറിറ്റി ആണോ? നമ്മൾ ഓർഡർ മീൻസ് ലോവർ ദ നമ്പർ ഹയർ ദ പ്രയോറിറ്റി ആണ്? അത് നിങ്ങൾ എന്ത് സ്റ്റേറ്റ്മെന്റ് കൊടുത്താലും നമ്മൾ 1 2 3 നമ്മൾ യൂസ് ചെയ്യുന്ന പകരം അവർ യൂസ് ചെയ്യുന്നതാണ് 10 20 30. അല്ലാണ്ട് വേറെ പ്രത്യേകത ഒന്നുമില്ല. ഇന്നെ ഫ്യൂച്ചർ അഡ്വാൻസ് ലെവലിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിന്റെ ഇടയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അതിപ്പോൾ വേറെ ഏതെങ്കിലും ലിസ്റ്റ് നമ്പർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടി പറ്റും. അഡ്വാൻസ് ലെവൽ തിങ്ക് ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് 10 ഇൻക്രിമെന്റ് യൂസ് ചെയ്യുന്നത്. ഇതിൽ മാത്രമല്ല,
നമ്മൾ ഇതിന് ശേഷം ഒരു റൂട്ട് മാപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി കൂടി പഠിക്കുന്നുണ്ട്. അതിനകത്തും ഇതേപോലെ സീക്വൻസ് നമ്പർ യൂസ് ചെയ്യുന്നത് 10, 20, 30 വെച്ചിട്ടാണ് 10 ഇൻക്രിമെന്റ് നമ്പർ. അതായത് നിങ്ങളിപ്പോൾ 11 ആയി യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കണം? 21 ആയിരിക്കണം. അപ്പൊ നിങ്ങൾ 20 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അടുത്ത എന്തായിരിക്കണം? 30 ആയിരിക്കണം. അങ്ങനെ 10 ഇൻക്രിമെന്റ് വാല്യൂ ആണ് അവർ അൽഗോരിതത്തിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അടുത്ത ക്വസ്റ്റിനിലോട്ട് നമുക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടെൽനെറ്റിനെ കുറിച്ച് പറഞ്ഞു തോന്നുന്നു. അപ്പൊ ഇനി നമുക്ക് വേണ്ടത് ടെൽനെറ്റ് എന്ന് പറയുന്ന സർവീസിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഡിനേ ചെയ്യേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് എന്തറിയണം? ടെൽനെറ്റ് എന്താണെന്ന് അറിയണം. ടെൽനെറ്റ് എന്ന് പറയുന്ന റിമോട്ട് ഇരിക്കുന്ന ഡിവൈസസ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്? കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സർവീസ് ആണ് എന്തെന്ന് പറയുന്നത്? ടെൽനെറ്റ് എന്ന് പറയുന്നത്. അതിന്റെ പോർട്ട് നമ്പർ എത്രയാണ്? 23 പറയുന്ന പോർട്ട് നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് വർക്ക് ചെയ്യുന്നത്. താഴെ കംപ്ലീറ്റ് ചെയ്ത അതിന്റെ സിൻടാക്സ് ആണ്. അതിന്റെ ലാബ് രൂപത്തിൽ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. 10.2 പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യരുത്? R2 പറയുന്ന റൗട്ടിനെ കൺട്രോൾ ചെയ്യരുത്. അപ്പൊ നമ്മൾ ഏത് റൗട്ടിനകത്താണ് ടെൽനെറ്റ് എനേബിൾ ചെയ്യേണ്ടത്? 10.2 പറയുന്ന കമ്പ്യൂട്ടർ R2നെ മാനേജ് ചെയ്യരുത് പറയുമ്പോൾ ഏത് ഡിവൈസിനകത്താ? R2 തന്നെയല്ലേ? R2നകത്താണ് നമ്മൾ ടെൽനെറ്റ് എനേബിൾ ചെയ്യേണ്ടത്. യെസ്. അപ്പൊ ശ്രദ്ധിക്കുക, സ്റ്റെപ്പ് ശ്രദ്ധിക്കുക. ടു എനേബിൾ ടെൽനെറ്റ് ഓൺ R2. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം R2നെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? R2നെ ഞാൻ പറയുന്ന 10.2 എന്ത് ചെയ്യണ്ട? അങ്ങനെ മാനേജ് ചെയ്യേണ്ട. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 10.2 വെച്ച് മാനേജ് ചെയ്യാൻ പറ്റുന്നു ചെക്ക് ചെയ്ത് നോക്കണ്ടേ? അതിനുവേണ്ടി നമ്മൾ സ്റ്റെപ്പ് 1 ആയിട്ട് എന്ത് ചെയ്യുക? ടെൽനെറ്റ് എനേബിൾ ചെയ്യുക. ടെൽനെറ്റ് എനേബിൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് R2 റൗട്ടിന്റെ കോൺഫിഗറേഷൻ മോഡിഫിക്കേറ്റർ ലൈൻ VTY. VTY മീൻസ് ഫുൾ ഫോം വിർച്വൽ ടെലി ടൈപ്പ് എന്നാണ്. ടെൽനെറ്റിന്റെ വേറൊരു പേരാണ് വിർച്വൽ ടെലി ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ അതിന് തൊട്ടടുത്ത് കൊടുത്തിരിക്കുന്ന വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 0/4. 5 പേർക്ക് വരെ ഒരേ സമയത്ത് ആരെ കൺട്രോൾ ചെയ്യാം? R2നെ കൺട്രോൾ ചെയ്യാം. അത് ഡീഫോൾട്ട് കമാൻഡ് ആയതുകൊണ്ട് ഞങ്ങൾ കൊടുത്തത്. ഇപ്പൊ നിങ്ങൾ 0/0 കൊടുക്കുകയാണെങ്കിലോ എത്ര പേർക്ക് ആക്സസ് ചെയ്യാം ഒരേ ടൈമിൽ? ഒരാൾക്ക്. ഒരാൾ. ഇപ്പൊ 0/4 എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ 4 എന്ന് പറയുമ്പോൾ 5 പേരെ നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങളുടെ ടാസ്ക് എന്താണ് അത്. ഇത് ബൈ ഡിഫോൾട്ട് കമാൻഡ് ആണ് 0/4. അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുത്തുന്നുള്ളൂ. പിന്നെ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ലൈൻ മോഡിനകത്ത് കയറും. അതിനുശേഷം നിങ്ങൾ എന്ത് കൊടുക്കണം? പാസ്വേഡ് എന്തെങ്കിലും സ്ട്രോങ് ആയിട്ട് പാസ്വേഡ് കൊടുക്കണം. എളുപ്പത്തിന് വേണ്ടി ഞാൻ കൊടുത്തിരിക്കുന്നതാണ് പാസ്വേഡ് 1, 2, 3 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ദെൻ എന്ത് ചെയ്യാം? ലോഗിൻ എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുക. ദെൻ എക്സിറ്റ് ചെയ്യുക. തീർന്നില്ല, ഒന്നും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മൾ എനേബിൾ പാസ്വേഡ്. എന്താണ് എനേബിൾ എന്ന് നോക്കുന്നുണ്ടോ? റൗട്ടറിനകത്ത് കയറുമ്പോൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താ ചോദിക്കാറ്? എനേബിൾ എന്നല്ല ചോദിക്കാറ്. ഇനി നിങ്ങൾ ടെൽനെറ്റ് വഴി കയറി അതിനകത്ത് കയറിയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? യൂസർ മോഡിൽ നിങ്ങൾ എനേബിൾ എന്ന് കൊടുക്കുമ്പോൾ അവിടെയും പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ഡബിൾ സെക്യൂരിറ്റി ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എന്തെങ്കിലും ഒരു പാസ്വേഡ് സെറ്റ് ചെയ്ത് വെക്കുക. 3, 2, 1 എക്സാമ്പിൾ നമ്മൾ എന്ത് കൊടുത്തു? 3, 2, 1 പറയുന്ന ഒരു പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ക്രിയേറ്റ് ആയി? ടെൽനെറ്റ് ക്രിയേറ്റ് ആയി. ടെൽനെറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ PC ഏത് കമ്പ്യൂട്ടറും 10.2, 10.3 എന്തോ ആയിക്കോട്ടെ, ഈ പറയുന്ന ഡിവൈസിലോട്ട് കയറാനുള്ള IP-യും പാസ്വേഡും അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഏത് ബ്രാഞ്ചിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഏത് ടെൽനെറ്റ് എനേബിൾ ചെയ്തിരിക്കുന്ന ഡിവൈസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കണം. എന്തറിഞ്ഞാൽ മതി? IP-യും ദെൻ ആ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നു? 10.2 ട്രൈ ചെയ്യുമ്പോൾ 10.2 നമുക്ക് ഒരു ഡൗട്ട്. ഇപ്പൊ ഈ എനേബിൾ പാസ്വേഡ് 321 കൊടുത്തില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പ്രിവിലേജ് മോഡിലേക്കായിരിക്കും പോണത്. നേരെ പ്രിവിലേജ് മോഡ് പോകും. പക്ഷേ ഒരു കോമ്പിനേഷൻ ബേസ്ഡ് ആണ് വർക്ക് ചെയ്യുന്നത്. ടെൽനെറ്റ് മാത്രമായിട്ട് വർക്ക് ചെയ്യില്ല. എനേബിൾ പാസ്വേഡ് കൊടുത്താൽ മാത്രം വർക്ക് ആവുന്നത്. അപ്പൊ ടെൽനെറ്റ് വഴി കയറുമ്പോൾ ആദ്യം നമ്മൾ 1, 2, 3 പറയുന്ന പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എനേബിൾ മോഡ് വരും. അത് റൗട്ടറിന് കാണും. ദെൻ നമ്മൾ എനേബിൾ കൊടുക്കുന്ന സമയത്ത് അവിടെ പാസ്വേഡ് വയ്ക്കും. പാസ്വേഡ് കൊടുത്താൽ മാത്രം അകത്ത് കയറാൻ വേണ്ടി സാധിക്കും. ഓക്കെ. അല്ല, ഞാനിവിടെ വോയിസ് റൗട്ടറൊക്കെ ആക്സസ് ചെയ്യുമ്പോഴേ നേരെ പ്രിവിലേജ് മോഡിലേക്കാണ് പോണത്. അപ്പൊ ഈ എനേബിൾക്കൊന്നും പോണില്ല. അത് സെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. അത് ഓരോ റൗട്ടിന് സീരീസ് വെച്ചിട്ടായിരിക്കും. പക്ഷെ നമുക്ക് ഇവിടെ ഇതിനകത്ത് നമുക്ക് എന്താണ് ഇത് കൊടുത്താൽ മാത്രം വർക്ക് ആവുള്ളൂ. പാക്കറ്റ് ട്രേസർ ഓക്കെ. റിയൽ ടൈമിൽ കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിയൽ ടൈമിൽ കൊടുക്കുന്ന സമയത്ത് സിൻടാക്സിനകത്തും ചെറിയൊരു വേരിയേഷൻ ഒക്കെ വരുന്നത്. നമ്മൾ അഡ്വാൻസ് ലെവൽ പഠിക്കുന്ന സമയത്ത് പഠിക്കുന്നത്. നമ്മൾ സെക്യൂരിറ്റി ലെവൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് ഈ ടെൽനെറ്റ് ഞാൻ ലൈറ്റ് വേർഷൻ അവിടെ കാണിക്കുന്നത്. അതിന്റെ കുറച്ച് അഡ്വാൻസ് ലെവൽ വരുന്നുണ്ട്. ലോഗിൻ ലോക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ. അങ്ങനെ വരുന്ന സമയത്ത് താങ്കൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? കയറിപ്പോകും. ഓക്കെ. SSH വരുന്നുണ്ടോ? നമുക്ക് ഇതിനകത്ത് വരുന്നില്ല. സെക്യൂരിറ്റി ലെവൽ പോകുമ്പോൾ നമുക്ക് SSH വരുന്നത്. ടെൽനെറ്റ് ബേസ്ഡ് ഉള്ള കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ഉറപ്പാണ്. 10.2 പറയുന്ന കമ്പ്യൂട്ടർ എന്ത് ചെയ്യാൻ പറ്റും? R2നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇനിയാണ് നമ്മുടെ ക്വസ്റ്റിന് ആൻസർ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്താ ചെയ്യാൻ പോകുന്നത്? 10.2 പറയുന്ന കമ്പ്യൂട്ടർ ആരെ കൺട്രോൾ ചെയ്യരുത്? R2നെ കൺട്രോൾ ചെയ്യരുത്. അതാണ് നമ്മുടെ താഴെ കാണുന്ന ഹോസ്റ്റ് കോൺഫിഗറേഷൻ കാണുന്നത്. അപ്പൊ R2നകത്ത് കയറുന്നു.
ആക്സിസ്റ്റ് എന്തെങ്കിലും നമ്പർ കൊടുക്കും, ഞാൻ എന്തെങ്കിലും ചുമ്മാ 4 എന്ന് കൊടുത്തു ഡിനെ. ഇനി നിങ്ങൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കേണ്ടത്, ഒരു ഐ പിയാണ് ഡിനെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ എന്ത് യൂസ് ചെയ്യാം, 0.0.0.0 യൂസ് ചെയ്യാം, അല്ലെങ്കിൽ യു ക്യാൻ യൂസ്, മനസ്സിലായോ? ഇവിടെ ഇതും കൊടുത്ത് അതും കൊടുക്കരുത്. ഒരു ഐ പിനെയാണ് ഡിനേ ചെയ്യാനുള്ള നിങ്ങൾക്ക് ഒരു പെർമിഷൻ തന്നെങ്കിൽ ഞാൻ ജസ്റ്റ് ആ സിൻടാക്സ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് കൊടുത്തേ ഉള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ഇത് കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് കൊടുത്താൽ മതി, ഇത് കൊടുത്താലും മതി. ഇനി രണ്ടും ഒരുമിച്ച് കൊടുക്കാൻ സാധിക്കില്ല, ഒന്നുകിൽ ഹോസ്റ്റ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, അതിനുശേഷം വെൽക്കം മാസ്ക് 0 എന്ന് വേണമെങ്കിൽ കൊടുക്കാം. രണ്ടും വർക്കിംഗ് ആണ്. ഒരു സിംഗിൾ ഹോസ്റ്റ് വരുമ്പോൾ ഞാൻ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഹോസ്റ്റ് എന്നുള്ള കമാൻഡ് ആണ്, ഈ ഐപ്പിനെ ഡിനേ ചെയ്യണം. ദെൻ ബാലൻസ് വരുന്നവർ എന്ത് ചെയ്യണം, പെർമിറ്റ് ചെയ്യണം, അപ്ലൈ ചെയ്യണം. ലൈൻ VTY 0/4 കയറിയിട്ട്, എന്തുകൊണ്ട് ഇതിനകത്ത് കയറുന്നത്, ഈ പ്രോട്ടോകോൾ വഴി കയറുമ്പോഴല്ലേ, ഈ സർവീസ് വഴി കയറുമ്പോഴല്ലേ റൗട്ടിലോട്ട് കയറാൻ സാധിക്കുന്നത്. അതിലോട്ട് കയറി നമ്മൾ എന്ത് പറയുന്നു, ഇതിലോട്ട് ആരെങ്കിലും ടെൽനെറ്റ് വഴി വരികയാണെങ്കിൽ എന്ത് ചെയ്യണം, 4 എന്ന് പറയുന്ന ആക്സസിനകത്ത് എന്താണോ പറഞ്ഞിരിക്കുന്നത് അതേപോലെ മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. എന്ന് വെച്ചാൽ ഈ സർവീസിലോട്ട് കയറി വരികയല്ലേ, കയറി വരുമ്പോൾ തന്നെ, അതായത് ഇന്ന കൊടുത്തിരിക്കുന്നത്, അതിന് മീനിങ് എന്താണ്, കയറി വരുമ്പോൾ തന്നെ താങ്കൾ എന്ത് ചെയ്യണം, ഈ ലിസ്റ്റ് പരിശോധിച്ചിട്ട് മാത്രമേ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ വിട്ടാക്കാൻ പാടുള്ളൂ എന്നാണ് മീൻ ചെയ്യുന്നത്. മനസ്സിലായി പറഞ്ഞത്? അപ്പൊ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ടെൽനെറ്റ് സർവീസ് ആണ്, ആക്സസ് ക്ലാസ് എന്ന് ഉദ്ദേശിക്കുന്നത് സിൻടാക്സ് ആണ്. അപ്പൊ നമ്മളിപ്പോ ലൈൻ VTY അത് കയറി പറയുന്ന സമയത്ത് സിൻടാക്സിന് ചെറിയ വേരിയേഷൻ വന്നുള്ളൂ. അപ്പൊ നിങ്ങൾ സാധാരണ IP ട്രാഫിക് ബ്ലോക്ക് ചെയ്യുന്നെങ്കിലോ എങ്ങനെ കമാൻഡ് വരുന്നത്, ആക്സസ് ഗ്രൂപ്പ് ആണ്, ഓക്കെ. സിൻടാക്സ് ആണ്, അല്ലാണ്ട് അതിൽ വേറെ കാര്യങ്ങൾ. അപ്പൊ നമ്മൾ നേരെ R2 പറയുന്ന റൗട്ടർ നമ്മൾ എന്ത് എനേബിൾ ചെയ്യണം, ടെൽനെറ്റ് നമ്മൾ ആദ്യം എനേബിൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈൻ 0/4 കൊടുത്താൽ പുതിയ മോഡ് നിങ്ങൾക്ക് കാണാം, ലൈൻ മോഡ്. ലൈൻ മോഡ് എപ്പോഴാണ് വരുന്നത്, ഈ പറയുന്ന ടെൽനെറ്റ് സർവീസിനകത്ത് കയറുമ്പോൾ കാണിക്കുന്നതാണ്. പാസ്വേഡ് കൊടുക്കാം, പാസ്വേഡ് അതിശക്തമായിട്ടുള്ള പാസ്വേഡ് ഇങ്ങനെയൊന്നും കൊടുക്കരുത് കേട്ടോ ഒരിക്കലും. ദെൻ ലോഗിൻ, ടെൽനെറ്റ് എനേബിൾ ആയി എക്സിറ്റ് ചെയ്യുക. ലൈൻ മോഡിൽ നിന്ന് വെളിയിൽ വന്നതിന് ശേഷം എനേബിൾ പാസ്വേഡ്, സെയിം പാസ്വേഡ് കൊടുക്കും, മണ്ടത്തരായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഓപ്പോസിറ്റ് കൊടുക്കുന്നു മാത്രം. ഓക്കെ, ഒരിക്കലും സെയിം പാസ്വേഡ് കൊടുക്കും, പിന്നെ അത് കൊടുത്തിട്ട് യാതൊരു അർത്ഥം ഉണ്ടാവില്ല. അപ്പൊ വേറെ വ്യത്യസ്തമായിട്ട് കൊടുക്കും. അപ്പൊ ടെൽനെറ്റ് എനേബിൾ ആയി. ഓക്കെ, ടെൽനെറ്റ് എനേബിൾ ആയി. ഇനി ഞാൻ നേരെ നമ്മുടെ നേരത്തെ 10.2 പറയുന്ന കമ്പ്യൂട്ടറിനകത്ത് കയറുവാണ്. 10.2 പറയുന്ന കമ്പ്യൂട്ടറിനകത്ത് കയറിയിട്ട് യൂസ് ചെയ്യുന്ന കമാൻഡ്, കയറാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡാണ് ടെൽനെറ്റ് സ്പേസ് R2 പറയുന്ന റൗട്ടിലോട്ട് കയറാൻ ഉപയോഗിക്കുന്ന IP എത്രയാ, ടോപ്പോളജി നിങ്ങൾക്ക് അറിയാൻ പറ്റും. ടോപ്പോളജി നോക്കാം. 20.2. യെസ്, എക്സലന്റ്. 20.2 അല്ലെ. നമ്മൾ R2ലോട്ട് കയറാൻ ഉപയോഗിക്കുന്നത് R1ന്റെ നെക്സ്റ്റ് ഹോപ്പ് അഥവാ ഗേറ്റ് വേ എന്താണ്, 20.2. ആ IP കൊടുത്താൽ മതി. ആ IP ഞാൻ എന്ത് ചെയ്യും, 92.1 എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് അതിശക്തമായിട്ട് പാസ്വേഡ് നമ്മൾ കൊടുത്തു വെച്ചിട്ടുണ്ട്. പാസ്വേഡ് കാണിച്ചു തരില്ല കേട്ടോ, പാസ്വേഡ് എന്താണ് കാണിച്ചു തരില്ല. നിങ്ങൾ കീബോർഡ് നോക്കി ടൈപ്പ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ കാണുന്നത്, ആക്ച്വലി നമ്മളിപ്പോൾ എവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, എവിടെ എത്തി, നമ്മൾ നിൽക്കുന്ന എവിടെയാണ്, നമ്മൾ നിൽക്കുന്ന R2നകത്താണ്. നമ്മളിപ്പോ R2നകത്ത് എത്തിക്കഴിഞ്ഞു, അതായത് ദുബായിൽ ഇരിക്കുന്ന റൗട്ടിനകത്ത് കയറിയിരിക്കുന്നപ്പോ എനേബിൾ കൊടുത്തു, പാസ്വേഡ് അറിയാമെങ്കിൽ 321 എന്ന് കൊടുത്ത് എൻ്റർ അടിച്ചാൽ അവിടെ പാസ്വേഡ് ഒന്നും R2ന്റെ കൺസോൾ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ദുബായിൽ ഇരിക്കുന്ന ഒരു റൗട്ടറിനെ കേരളത്തിനകത്തിരിക്കുന്ന ഒരു ലോക്കൽ PC കാത്തിരുന്ന് നിങ്ങൾ കൺട്രോൾ ചെയ്യണം. നിങ്ങൾക്ക് ഇവിടുന്ന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കോൺഫിഗറേഷൻ മോഡ് കയറിയിട്ട് ഹോസ്റ്റിനെ മാറ്റിക്കും, നമ്മുടെ കമ്പനി പേര് കൊടുക്കാം, കൊടുത്തു. ഇനി റിയൽ റൗട്ടർ ഞാൻ പോയി ഓപ്പൺ ചെയ്യുവാണ്. റിയൽ റൗട്ടർ R2 പോയി ഓപ്പൺ ചെയ്യണം. മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല അല്ലെ, ഒന്ന് എൻ്റർ അടിച്ച് നോക്കി. ഓ, റിമോട്ടിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, A to Z കാര്യങ്ങൾ റിയൽ ടൈം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെൽനെറ്റ് സർവീസിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റൻ എന്താണ്, അങ്ങനെ നീ ആക്സസ് ചെയ്യണ്ട അല്ലെ, 10.2 പറയുന്ന കമ്പ്യൂട്ടർ ആക്സസ് ചെയ്യേണ്ട, 10.3, 4, 5 അങ്ങനെ ആര് വേണമെങ്കിൽ ആക്സസ് ചെയ്തോളൂ. പക്ഷെ 10.2 എന്ത് ചെയ്യരുത്, എന്നെ കൺട്രോൾ ചെയ്യരുത്. ആരെ കൺട്രോൾ ചെയ്യരുത്, R2 പറയുന്ന റൗട്ടറിനെ എന്ത് ചെയ്യരുത്, കൺട്രോൾ ചെയ്യരുത്. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തൂടെ, ഓക്കെ അല്ലേ? പഴയ പോലെ നമ്മൾ
തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പോകണം. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ലൈവായിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റി, പേരൊക്കെ മാറ്റി. അപ്പൊ നമുക്ക് കൺഫേം ആണ്. ടെൽനെറ്റ് പറയുന്ന സർവീസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഏത് പോയിന്റിനകത്ത് ഇരുന്നുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മുടെ R2 പറയുന്ന റൗട്ടിനകത്ത് നമ്മൾ കയറുവാണ്. R2 പറയുന്ന റൗട്ടിനകത്ത് കയറുന്നു. ഇതാണ് സിന്റാക്സ്. ജസ്റ്റ് ഒന്നും കൊടുത്തില്ല. സിസ്റ്റം 4 എന്ന നമ്പർ ആയിരുന്നു. പിന്നെ എന്തായിരുന്നു, ഡിനേ ആണ് ചെയ്യേണ്ടത്. ആരെ ഡിനേ ചെയ്യേണ്ടത്? 10.2 192.168 10.2 വെൽക്കം മാസ്, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്റ്റ് കൊടുത്താലും ബാക്കിയുള്ളവർ പെർമിറ്റ് ചെയ്യണം. ജസ്റ്റ് 4 പെർമിറ്റ് ഇനി അപ്ലൈ ചെയ്ത് നമുക്ക് ബാക്കിയുള്ളവർ പെർമിറ്റ് ചെയ്തു. ഇനി നമ്മൾ ലൈൻ VTY 0 സ്പേസ് 4, ഓക്കെ, 0 സ്പേസ് 4. ഇത് നമ്മൾ ആക്സസ് ക്ലാസ്, അതിന്റെ വ്യത്യാസമുണ്ട്. ആക്സസ് നോർമലി IP ട്രാഫിക് ആണെങ്കിൽ ആക്സസ് ഗ്രൂപ്പും, ഇവിടെ എന്താ വരുന്നത്, ആക്സസ് ക്ലാസ്. ആക്സസ് ക്ലാസ് എന്ത് നോക്കണം? 4 എന്ന് പറയുന്ന ആക്സസ് നോക്കിയിട്ട് മാത്രം പിന്നിലോട്ട് ആൾക്കാർ പറഞ്ഞു വിടാൻ പാടുള്ളൂ. ടെൽനെറ്റ് സർവീസിലൂടെ കയറ്റി വിടാൻ പാടുകയുള്ളൂ. കൊടുത്തു കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ നമ്മുടെ നേരത്തെ R2 ഫസ്റ്റ് പേജിലോട്ട് കയറുന്നു. ടെൽനെറ്റിന്റെ കമാൻഡ് നമ്മൾ അടിച്ചു നോക്കുന്നു. എന്താ കാണിക്കുന്നത്? പറ്റുന്നില്ല. റിമോട്ട് യൂസർ എന്ത് ചെയ്തു? നമ്മൾ റെഫ്യൂസ് ചെയ്തു. എന്നാൽ തൊട്ടടുത്ത് കിടക്കുന്ന കമ്പ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10.3ക്ക് ഈ പറയുന്ന യൂസർ നെയിം പാസ്വേഡ് അറിയാമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാൻ പറ്റണം? അല്ലേ, 92.168.20.2 പറയുന്ന IP റൗട്ടോട്ട് കയറാനുള്ള IP കൊടുക്കുന്നു. പാസ്വേഡ് ചോദിച്ചാൽ തന്നെ കൺഫേം ചെയ്തോ, എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? കയറാൻ പറ്റുന്നുണ്ട്. പാസ്വേഡ് കാണിക്കില്ല, എനേബിൾ ചെയ്യാം. ദെൻ 321 കൊടുത്തിട്ട് കീബോർഡ് കൊടുത്തിട്ട് എൻ്റർ ചെയ്യാം. സി, അപ്പൊ നമ്മൾ പറഞ്ഞ ടാസ്ക് പ്രകാരം 10.2 മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ? ടെൽനെറ്റ് സർവീസ് നമ്മൾ പ്രിവെന്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യാം? എന്ത് വേണമെങ്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പഴയ പോലെ തന്നെ ഉണ്ടാക്കുന്ന എക്സാമ്പിൾ നമ്മൾ റിയൽ റൗട്ടറിനകത്ത് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇനി അത് റിമൂവ് ചെയ്താലോ? പഴയതുപോലെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ആക്സസ് ചെയ്യാൻ സാധനം. അപ്പോൾ ഫ്രണ്ടിൽ അപ്ലൈ ചെയ്ത് ആദ്യം റിമൂവ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ടിൽ എൻ്റർ ചെയ്യുക. എന്നതിന് ശേഷം എക്സിറ്റ് ചെയ്തിട്ട് ആക്സിസ്റ്റ് റിമൂവ് ചെയ്യുക. ആക്സിസ്റ്റ് 4 റിമൂവ് ചെയ്യും. ഇനി നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ 10.2 എന്ത് കിട്ടും? എല്ലാം റിമൂവ് ചെയ്തല്ലോ, തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷനിൽ ആക്സസ് ചെയ്യാൻ പറ്റും. പാസ്വേഡ് ചോദിച്ചാൽ തന്നെ എന്താ മീനിങ്? അതേപോലെ തന്നെ കയറിയിട്ട് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റും? 3, 2, 1. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ രണ്ടാമത്തെ സർവീസ് നമ്മൾ എന്ത് ചെയ്തു? ഡിനേ ചെയ്തു. ആദ്യം നമ്മൾ IP ട്രാഫിക് നോക്കി, അത് ഡിനേ ചെയ്തു. രണ്ടാമത് നമ്മൾ എന്ത് ചെയ്തു? ടെൽനെറ്റ് എന്ന് പറയുന്ന സർവീസ് കൂടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു പറഞ്ഞു, അതുകൂടി നമ്മൾ എന്ത് ചെയ്തു? ചെക്ക് ചെയ്ത് നോക്കി. ഇനി ഇതിനകത്ത് സ്റ്റാൻഡേർഡിനകത്ത് നോക്കട്ടെ, നമ്മൾ നെയിംഡ് സ്റ്റാൻഡേർഡ് കൂടി നമുക്ക് ചെയ്ത് നോക്കിയാൽ ആ ഒരു സ്റ്റാൻഡേർഡ് സെക്ഷൻ. ഒരു സെക്കൻഡ്, IP ട്രാഫിക്കിന്റെ സെനാരിയിൽ നമ്മൾ IP ആക്സസ് ഗ്രൂപ്പ് 1 ഔട്ട് എന്ന് പറയുന്നില്ല, ആ ഔട്ടും അപ്പൊ ഇവിടെ ഇന്ന് നമ്മൾ അതിന്റെ ഒരു കൺസെപ്റ്റ് എങ്ങനെയാണ് വേരി ചെയ്യുന്നത്? ശ്രദ്ധിക്കുക, പറഞ്ഞു എന്നാലും ശ്രദ്ധിക്കുക. നമ്മളെ 10.2 പറയുന്ന കമ്പ്യൂട്ടർ നമ്മുടെ സോഴ്സ് അല്ലെ? ആ ക്വസ്റ്റിനകത്ത് 10.2 പറയുന്ന കമ്പ്യൂട്ടറിനെയാണ് ഡിനേ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ? നേരെ നമ്മുടെ സോഴ്സ് ഇവിടെയാണ്. നമ്മൾ നേരെ ട്രാവൽ ചെയ്ത് എവിടെ എത്തുന്നു? ഈ റൗട്ടറിന്റെ പോയിന്റിലോട്ട് എത്തുന്നു. എന്നതിന് ശേഷം നമുക്ക് ഇത് സോഴ്സ് ആണെങ്കിൽ ഇതെന്താണ്? ഔട്ടല്ലേ, ഡെസ്റ്റിനേഷന്റെ ഔട്ടല്ലേ? ഇത് സോഴ്സ് ആണ്. നമ്മൾ സോഴ്സ് IP 10.2-നെയാണ് നമ്മൾ ഡിനേ ചെയ്യുന്നത്. നമുക്ക് സോഴ്സ് ട്രാഫിക്കിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സ്റ്റാൻഡേർഡിനകത്ത് ഡിനേ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അത് അപ്ലൈ ചെയ്യുന്ന എവിടെയാണ്? ഔട്ടിനകത്താണ്. എന്ന് വെച്ചാൽ നേരെ ട്രാവൽ ചെയ്ത്, നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒക്കെ ഓർക്കുക, നേരെ ട്രാവൽ ചെയ്ത് ഇവിടെ എത്തിയ ശേഷം കമ്പനിയിലോട്ട് കയറുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രിവെന്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ സോഴ്സ് ഇതാണ്. ഈ സോഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഇത് സോഴ്സ് ആണെങ്കിൽ ഇതെന്താ? നമുക്ക് ഡെസ്റ്റിനേഷൻ അല്ലേ? സോഴ്സ് ആണ്, ഡെസ്റ്റിനേഷൻ ഔട്ടാണ്. ഓക്കെ, കേസിൽ ഇതെങ്ങനെ ഇന്നായെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ സർവീസിലോട്ട് കയറി വരുമ്പോൾ എന്നല്ലേ മീൻ ചെയ്യുന്നത്? അത് ഈ ഇന്റർഫേസിലോട്ട് വരുമ്പോഴല്ല. VTY പറയുന്ന ഈ പറയുന്ന സർവീസിലോട്ട് ആരെങ്കിലും ഇന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് നോക്കണം? 4 എന്ന് പറയുന്ന ആക്സസ് നോക്കിയിട്ട് മാത്രമേ അയാൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആ റൗട്ടറിനെ മാനേജ് ചെയ്യാൻ സമ്മതിക്കാൻ പാടുള്ളൂ. ഇത് ഔട്ടാണ്, നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇന്റർഫേസിന്റെ ഔട്ടാണ്. വെളിയിലോട്ട് പോകുമ്പോൾ, ആ ലാൻഡിലോട്ട് പോകുമ്പോൾ എന്നാണ്. പക്ഷെ ഒരു സർവീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? കയറി വരുമ്പോൾ എന്നല്ലേ?
ഇയാളെ ഞാൻ കയറി വരുമ്പോൾ പ്രിവെന്റ് ചെയ്യാതെ ഇയാൾ വെളിയിലോട്ട് പോകുമ്പോൾ പ്രിവെന്റ് ചെയ്ത് വല്ല കാര്യമുണ്ടോ? മീൻസ് ടെൽനെറ്റ് എന്ന് പറയുന്ന സർവീസിലോട്ട് കയറി വരുമ്പോഴല്ലേ നമുക്ക് ആർട്ടിനെ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. അതെ. അപ്പൊ ഇന്നല്ലേ കൊടുക്കണ്ടേ IDT പറഞ്ഞത്. റൗട്ടറിന്റെ പുറത്തേക്ക് പോകുന്നതിന് ഔട്ട് എന്ന് പറയുന്നത് ഔട്ട് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടെങ്കിൽ ഔട്ട് എന്ന് പറയണം, ഇവിടെ ഉണ്ടെങ്കിൽ ഔട്ട് എന്ന് പറയണം. ഒരു സർവീസിനാണെങ്കിൽ എപ്പോഴും ഇൻ എന്ന് പറയണം. ഒരു സർവീസിലോട്ട് കയറി വരുമ്പോൾ ഓക്കെ, ആ സർവീസിലോട്ട് കയറി വരുമ്പോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഇന്റർഫേസ് വഴി പുള്ളിക്കാരൻ ഉള്ളിലോട്ട് കയറി വന്ന പിന്നെ അടിപൊളിയായില്ലേ. ഈ ഇന്റർഫേസിലൂടെ പുള്ളിക്കാരൻ കയറി വരുമ്പോൾ, അതായത് ഈ IP വഴി കയറി വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഉള്ളിലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സർവീസിലോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ മാനേജ് ചെയ്തതിന് തുല്യമല്ലേ. അപ്പൊ എന്ത് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ അല്ല ഡിലേ ആവുന്നത് കേട്ടോ. ഇവിടെ എന്താ ഡിലേ ആവുന്നത്, ടെൽനെറ്റ് സർവീസ് ആണ്. ഒരിക്കലും കമ്മ്യൂണിക്കേഷൻ എന്താവില്ല, ഡിലേ ആവില്ല. നമുക്ക് പർട്ടിക്കുലർ സർവീസ് ഡിലേ ആക്കുന്നത്, ആ ഒരു സർവീസ് മാത്രം ഡിലേ ചെയ്യുന്നത്. യെസ്, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഒരെണ്ണം നമ്മൾ കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞു, അതും പറഞ്ഞു. നെയിംഡ് ആക്സസ് വെച്ച് നമുക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞില്ല ചെറിയൊരു ചേഞ്ച് മാത്രമേ വരുന്നുള്ളൂ നമ്പറും നെയിമും തമ്മിൽ. അപ്പൊ അതുകൂടി നോക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സ്റ്റെൻഡ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഒന്ന് നോക്കി വെക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഒന്ന് പറഞ്ഞു തന്നാൽ ഓക്കെ, അപ്ലൈ ചെയ്തു. അപ്പൊ ഇപ്പൊ നമ്മുടെ ടോപ്പോളജിക്കകത്ത് എന്തെങ്കിലും ആക്സസ് ഉണ്ടോ ആർട്ടിനകത്ത്? എല്ലാം റിമൂവ് ചെയ്തു. ടു ഷോ ഒന്നുമില്ല എന്ന് വെച്ചാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം എഗെയിൻ നമ്മൾ 10.2 തന്നെ അടിമയാക്കിയ പോലെ ഉണ്ട് അല്ലേ. 10.2 പറയുന്ന കമ്പ്യൂട്ടറിനെയാണ് നമ്മൾ ഡിനൈ ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് ഒന്ന് ശ്രദ്ധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കോൺഫിഗറേഷൻ മോഡിനകത്ത് കയറിയിട്ട് IP ആക്സസ് ഹൈഫൻ ലിസ്റ്റ് സ്റ്റാൻഡേർഡ് ആക്സസ് എന്ന് അറിയിക്കാൻ വേണ്ടി സ്റ്റാൻഡേർഡ് ആക്സസ്, പിന്നെ പേരാണ് കൊടുക്കുന്നത്. നമ്പർ പകരം നമ്മൾ എന്താ കൊടുക്കുന്നത്, പേര്. ഫസ്റ്റ് PC ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് PC1 എന്ന് പേര് കൊടുക്കുന്നുള്ളൂ. യു ക്യാൻ യൂസ് എനി നെയിം. ഓക്കെ, PC1 എന്ന് കൊടുക്കുന്നു. എന്നിട്ട് എന്താ പറയുന്നത്, ഇവിടെ ഉണ്ട് ചെറിയൊരു മാറ്റം ഒന്നുണ്ടോ, STDNACL എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് NACL, നെയ്മഡ് ACL, നെയ്മഡ് ആക്സസ് കൺട്രോൾ ലിസ്റ്റ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ദെൻ ഡിനേ, ഏത് IP ഡിനേ ചെയ്യണം, 10.2 ചെയ്യണം. അപ്പൊ അതിനുള്ള വെൽക്കം മാസ്ക്. ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, പെർമിറ്റ് ഇനി അപ്ലൈ ചെയ്യുമ്പോഴുള്ള വ്യത്യാസം, ആകെ വരുന്ന വ്യത്യാസം PC1 ഔട്ട്. നമ്പറിന് പകരം അവിടെ എന്ത് കൊടുത്തു, PC1 എന്ന് കൊടുത്തുന്നുള്ളൂ, വേറെ വ്യത്യാസം. ക്ലിയർ അല്ലേ? നമുക്ക് ഇതുകൂടി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്ത് നോക്കിയാലോ. ക്ലിയർ? ചെയ്യേണ്ടത് R2 പറയുന്ന റൗട്ടിനകത്താണ്. R2 പറയുന്ന റൗട്ടിനകത്ത് കയറി നമുക്ക് അപ്ലൈ ചെയ്യാം. അതായത് സിൻടാക്സ് IP ആക്സസ് ലിസ്റ്റ് സ്റ്റാൻഡേർഡ് എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഞാൻ ജസ്റ്റ് PC1 എന്ന് കൊടുത്തു. പുതിയ മോഡ് നിങ്ങൾക്ക് കാണാം. എന്താ ചെയ്യേണ്ടത്, ഡിനെയാണ് ചെയ്യേണ്ടത്. ആരെ ഡിനെ ചെയ്യേണ്ടത്, 192.168.10.2 ഞാൻ ഡിനെ ചെയ്യേണ്ടത്. എത്ര IP ഡിനെ ചെയ്യണം, ആ ഒരു IP മാത്രം. ദെൻ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം, പെർമിറ്റ് ചെയ്യണം. പെർമിറ്റ് ഇനി എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുന്നു. ദെൻ എക്സിറ്റ് ചെയ്തിട്ട് ഇന്റർഫേസിനകത്ത് കയറുന്നു. ഇന്റർഫേസ് F0/0 അകത്ത് കയറുന്നു. ബാക്കിയുള്ള സിന്റാക്സ് എല്ലാം സെയിം തന്നെയാണ്. IP ആക്സസ് ഗ്രൂപ്പ് പേര് കൊടുക്കുമ്പോൾ സെയിം തന്നെ കൊടുക്കുക, മാറിപ്പോയത്. സിന്റാക്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ചെയ്തിട്ട് നമുക്ക് കാണാം 10.2 പറയുന്ന IP ഡിനൈ ചെയ്തിട്ടുണ്ട്. PC1 പറയുന്ന ഒരു ആക്സസ് ആണ്. അപ്പൊ നമുക്ക് 10.2 പറയുന്ന കമ്പ്യൂട്ടർ അതിലൂടെ നമുക്ക് പിങ് ചെയ്ത് നോക്കാം. പിങ് 192.168.30.2. ഡെസ്റ്റിനേഷൻ ഹോസ്റ്റ് എന്താണ്, അൺറീച്ചബിൾ ആണ്. അതുപോലെ 3 കിട്ടില്ല. ആ നെറ്റ്വർക്കിലോട്ട് പോകുമ്പോൾ ഡിനൈ ചെയ്യുന്നത് കിട്ടില്ല. എന്നാൽ അടുത്ത PC എന്ത് ചെയ്യാൻ പറ്റണം, എക്സാമ്പിൾ 10.3 പറയുന്ന PC പെർമിറ്റ് ചെയ്തിട്ടുണ്ട്. പിങ് 192.168.30.2. ആർക്ക് കമ്മ്യൂണിക്കേഷൻ. നെയിമോടും നമ്പറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സിന്റാക്സിനകത്ത് വരുന്ന ഒരു വേരിയേഷൻ അല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും വരുന്നില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊരു ഹോംവർക്ക് പോലെ ഞാൻ തരാം, ഒന്ന് നോട്ട് ചെയ്തിരിക്കാം.
ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ഡിനെ നിങ്ങൾ എഴുതിക്കോട്ടോ, ഞാൻ ചുമ്മാ ടൈപ്പ് ചെയ്യുന്നത് മാത്രം. ഡിനെ IP traffic from 192.168.10.2, 10.3 and 10. Permit all others. Deny IP traffic from 192.168.10.2, 10.3 and 10.4. Permit all others. ബാക്കിയുള്ളവർ പെർമിറ്റ്. 10.2നും 3ക്കും 4നും എന്ത് ചെയ്യാൻ പാടില്ല, അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഇതിനകത്ത് രണ്ട് ആക്സസ് ആണ് വരുന്നത്. ഓക്കെ, വരുന്നുണ്ട്. യു ഹാവ് ടു ആക്സസ്. അത് ആലോചിച്ച് ചെയ്യുക. നിങ്ങൾക്ക് രണ്ട് രീതി നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളിപ്പോ നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് അത് ചെയ്യുക. അത്ര പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഹോംവർക്കിനകത്ത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. Deny traffic from 192.168.30.2 to 10. And permit all others. Third question. Deny telnet traffic from 192.168.10.2 and 10.3 to R1. R2 and permit all others. ഇങ്ങനെ ഒരു 3 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആദ്യം ഒരു IP ട്രാഫിക്, രണ്ടാമത് ഒരു IP ട്രാഫിക്, മൂന്നാമത് ടെൽനെറ്റ്. നമ്മൾ പറഞ്ഞ കേസസ് തന്നെയാണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെൽക്കം മാസ്ക് കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുത്താൽ മതി. ഓക്കെ, 3 ഹോംവർക്ക് ആയിട്ട് കാണണം. അതായത് നിങ്ങൾ കാണിച്ചെന്തെങ്കിലും കുഴപ്പമില്ല. ഓക്കെ, എപ്പോഴാണ് ഫ്രീ ടൈം കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ ജസ്റ്റ് ഇതിന്റെ ആൻസർ ഒന്ന് എനിക്ക് എഴുതി അയച്ചാലും മതി. വാട്സാപ്പിൽ ഒന്ന് എഴുതിയെങ്കിൽ അയക്കുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ലാബ് ചെയ്ത് നോക്കാൻ പറ്റാത്തവരുടെ കേസ് പറഞ്ഞാണ്. ഓക്കെ, പറ്റുന്നവരും പറ്റാത്തവരും ജസ്റ്റ് ഒന്ന് എനിക്ക് അയച്ചു വിടാം. ഓക്കെ, ലാബ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓക്കെ, നോ ഇഷ്യൂസ്. എന്താണെങ്കിലും എനിക്കൊന്ന് അയച്ചതിന് ശേഷം കൺഫേം ചെയ്തിട്ട് നമ്മൾ ചെയ്താൽ മതി. ആദ്യം ഇത് എഴുതാറില്ലേ, ജസ്റ്റ് എങ്ങനെയാണ് അതിന്റെ ആൻസർ ഏതാണെന്ന് അറിയാലോ. അത് എഴുതിയതിനു ശേഷം എനിക്കൊന്ന് അയക്കുക. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ എന്താണ് പ്രോബ്ലം എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അടുത്ത മെയിൻ ആയിട്ട് വരുന്ന ആക്സിസ്റ്റ് ആണ് എക്സ്റ്റെൻഡഡ് ആക്സിസ്റ്റ് എന്ന് പറയുന്നത്. സെയിം ടോപ്പോളജി വെച്ച് നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. എന്താണ് എക്സ്റ്റെൻഡഡ് ആക്സിസ്റ്റ്? ഇത്രയും നോട്ട് എന്ന് വിചാരിക്കുന്നു. ക്ലിയർ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പൊ ഈ കോഴ്സിൽ SSH കോൺഫിഗറേഷൻ വരില്ല അല്ലേ? റൗട്ടറിന്റെ തരില്ല. ഞാൻ വേണമെങ്കിൽ ലാസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം, ഓർമ്മിപ്പിച്ചാൽ മതി. ബേസ് കേട്ടോ, അഡ്വാൻസ് അല്ല, ബേസ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ. അതല്ല, ഞാനിവിടെ കുറച്ച് റൗട്ടർ അപ്ഗ്രേഡ് അത് അവര് കംപ്ലീറ്റ് ഫിൽട്ടർ ചെയ്തിരിക്കുന്ന രീതി പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരു കാര്യം പഠിപ്പിക്കും, സെക്യൂരിറ്റിക്കകത്ത് വേറെ കാര്യം പഠിപ്പിക്കും. നിങ്ങൾ ആ കോഴ്സ് കൂടി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? അതിന് ഫിൽറ്ററിംഗ് മോണിറ്ററിംഗ് ടൂൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ അതിനകത്തായിരിക്കും പഠിപ്പിക്കുന്നത്. അത് നോക്കാൻ പറ്റും പറഞ്ഞു. അതല്ല, ഞാനിവിടെ കുറച്ച് റൗട്ടർ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ ചിലതൊന്നും അപ്ഗ്രേഡ് ആവണില്ല. അപ്പൊ ലേറ്റസ്റ്റിനകത്താണ് SSH സപ്പോർട്ട് ചെയ്യുക, പഴയ സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ടാക്ക് പറഞ്ഞത് റീപ്ലേസ് ചെയ്യണമെന്ന്. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ വീണ്ടും ചെയ്യൂല, കോപ്പി ചെയ്തിരുന്നല്ലോ. അപ്പൊ SSHന് കുറച്ച് കോൺഫിഗറേഷൻ ഒക്കെ ഉണ്ട് അതില്. അപ്പൊ അതെങ്ങനെയാ പറഞ്ഞത് അറിയാൻ അത് വേണ്ടി. ഞാൻ ഡെപ്ത് ആയിട്ടില്ല, ഞാൻ ബേസിക് ലെവൽ എന്ന് പറഞ്ഞുതരാം. ഓക്കെ ഓക്കെ, ശരി സാറേ. അടുത്ത ദിവസം. ഓക്കെ, താങ്ക് യു.